Hi friends, welcome back to our channel Anu Simple Beauty. നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെ എല്ലാവർക്കും സുഖമല്ലേ, സേഫ് അല്ലേ? എനിക്കും സുഖം തന്നെയാണ് കേട്ടോ, സേഫാണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്ക് വീഡിയോ ആണ്. ഒരു അടിപൊളി ഫേസ് പാക്ക് വീഡിയോ ആണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഓക്കെ, എങ്കിലേ നിങ്ങൾക്കത് എങ്ങനെയാണ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്തതെന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. പിന്നെ ഓൾറെഡി നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വരണം കേട്ടോ. ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഫേസ് പാക്ക് ഇടുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് സ്ക്രബ് ചെയ്യണമെങ്കിൽ സ്ക്രബ് ചെയ്യുക കേട്ടോ. പാലും മഞ്ഞളും കൂടെ വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഈ ഫേസ് പാക്ക് ഇടാം കേട്ടോ. ഞാൻ ഓൾറെഡി വാഷ് ചെയ്ത് വന്നതാണ്. ഇനി ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ഈ ഒരു ഫേസ് പാക്കിൽ വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബീസാൻ പൊടിയാണ്. ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയ പാടാണ് കേട്ടോ. അപ്പോൾ കുപ്പിയിലാക്കി വെച്ചാണ് ഇങ്ങനെ കവറോട് കൂടെ തന്നെ. അപ്പോൾ നമുക്ക് കുറച്ച് ബീസാൻ പൗഡറാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊരു സ്പൂൺ ബീസാൻ പൗഡർ എടുക്കാം കേട്ടോ. ഞാനിതിന്ന് ഒരു സ്പൂൺ ബീസാൻ പൗഡറാണ് എടുക്കുന്നത്. ഓക്കെ, ഓക്കെ, ഞാൻ എന്താ ഒരു സ്പൂൺ ബീസാൻ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതാ ബീസാൻ പൊടിയാണ് കേട്ടോ, കടലമാവാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മസൂർ ദാൽ പരിപ്പ്, അതായത് നമുക്ക് ചുവന്ന പരിപ്പ്. ഓക്കെ, ഞാനിതിവിടെ പൊടിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇത് നമുക്കൊരു അര സ്പൂൺ മതിയാവും. ഓക്കെ, കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്ര മതിയാവും കേട്ടോ. ഓക്കെ, ഇത് ഞാൻ നൈറ്റാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണേ. ഓക്കെ, അപ്പോൾ ഞാനതും ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ ഒരു 1/4 സ്പൂണൊക്കെ മതി, കൂടുതലൊന്നും വേണ്ട. ഓക്കെ, അപ്പം ഞാനൊരു 1/4 സ്പൂണ് കസ്തൂരി മഞ്ഞൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് മതി കേട്ടോ, കാണുന്നുണ്ടാവും. ഓക്കെ, ഇത് മതി. ഓക്കെ, അതെടുത്തു. എല്ലാം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെയാണ് നമ്മൾ എടുത്തതെന്നുള്ളത്. ഈ ഒരു പാക്ക് ഞാൻ തയ്യാറാക്കിയതിന് ശേഷം എന്തൊക്കെയാണ് ഞാൻ എടുത്തതെന്നുള്ളത് കാണിച്ചു തരാം ഒന്നുകൂടെ. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് വേണ്ടത് കോഫി പൗഡറാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിവിടെ കോഫി പൗഡർ ഒരു 1/4 ഭാഗം കോഫി പൗഡർ മതി നമുക്ക്. ഓക്കെ, ഇതാ ഇച്ചിരി മതി കേട്ടോ, ഒരു 1/4 ഭാഗമൊക്കെ മതി. ഓക്കെ, അതെടുത്തു. നല്ല നൈസായിട്ടുള്ള കോഫി പൗഡറാണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് വെളിച്ചെണ്ണ. പിന്നെ നമ്മളത് മിക്സ് ചെയ്യുന്നത് തൈരിലാണ് കേട്ടോ. അപ്പം ഞാനിവിടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് 1.5 സ്പൂൺ തൈര് മതിയാവും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് എടുത്തിട്ടുള്ളതെന്നൊന്ന് കാണിക്കാം കേട്ടോ. ഞാനിവിടെ കാണിച്ചു തരാം. നമ്മുടെ ഫേസ് പാക്കിനായി ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയാണെന്നുള്ളത്. ബീസാൻ പൊടി, കടലമാവ്, മസൂർ ദാൽ പരിപ്പ്, അത് ചുവന്ന പരിപ്പ് ഞാൻ മിക്സിയിൽ അടിച്ച് പൊടിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ കസ്തൂരി മഞ്ഞൾ, ഓക്കെ, വൈൽഡ് ടർമറിക് പൗഡർ, പിന്നെ കാപ്പിപ്പൊടി, കോഫി പൗഡർ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തൈരാണ്. ഞാൻ 1 സ്പൂണ് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് 1 സ്പൂണ് തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തൈര് നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ 1 സ്പൂൺ കൊണ്ടൊന്നും തികയുന്നില്ല ഇത്. അപ്പം ഞാനൊരു 2 സ്പൂണ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാ 2 സ്പൂൺ എടുത്തു. അപ്പം ഞാനിതാ 2 സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മളിതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലായി വരണം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലായി വരണം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ജസ്റ്റ് ഞാനിതൊന്ന് കുറച്ചെടുക്കുവാണ്. ഓക്കെ, ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെളിച്ചെണ്ണയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫേസിലുള്ള ടാനൊക്കെ റിമൂവ് ആയിട്ട് ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണിത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ വെളിച്ചെണ്ണ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. ഓക്കെ, സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഈ വെളിച്ചെണ്ണ. അതായത് കോക്കനട്ട് ഓയിൽ, നല്ല കോക്കനട്ട് ഓയിലാണേ. അപ്പോൾ നല്ല ക്രീമി, നല്ലൊരു പാക്കായിട്ട്, അതായത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഫംഗ്ഷനൊക്കെ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് നമുക്ക് ഈ ഒരു പാക്കറ്റ് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഫേസ് നന്നായിട്ട് തുടച്ച് ഇതെന്ത് ചെയ്യുക, ഈ ഒരു പാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് കൈക്കും കാലിനും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കൈക്കും കാലിനും ഒക്കെ ഇട്ട് കൊടുക്കാം. നല്ലൊരു പാക്കാണ്. എനിക്കൊരു 99% റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാവുന്നതാണ്. ഓക്കെ ഓക്കെ, ജസ്റ്റ് നമ്മൾ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ടൊരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാണ് വേണ്ടത്. ഓക്കെ, ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ മസാജ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട്. ഫേസ് നല്ല ഗ്ലോ ആയിരിക്കാനും അതുപോലെ ടാനൊക്കെ റിമൂവ് ആയി കിട്ടാനായിട്ടും നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനിയിപ്പം 2-3 ദിവസം കഴിഞ്ഞാൽ ഫങ്ഷനാണ് വരാൻ പോണത്. അപ്പോൾ അപ്പോഴേക്കൊക്കെ നമുക്കിത് ആഴ്ചയിൽ 2 തവണയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് 2 തവണയായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഫങ്ഷന് പോകുമ്പം നല്ല അടിപൊളിയായിരിക്കും നമ്മുടെ ഫേസ് കാണാനായിട്ട്. ഓക്കെ, നല്ല തിക്ക് ലെയറായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇടുമ്പോൾ ഞാനിപ്പോൾ കഴുത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല, കാരണം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നൈറ്റാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ. അപ്പോൾ എനിക്ക് ഫങ്ഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് വേറെ ഫേഷ്യൽ കിറ്റ് വാങ്ങി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് തന്നെ മതി. ഓക്കെ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാക്കാണ് കേട്ടോ ഇത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏത് പാക്കാണെങ്കിലും നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള ഒരു റിവ്യൂ കമൻ്റായിട്ട് ഇടാൻ മറക്കരുതേ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ്, അതായത് അതിൻ്റെ ഒരു റിവ്യൂ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്നുള്ളത്. അപ്പം നിങ്ങളത് കമൻറ്റ് ആയിട്ട് ഇടാൻ മറക്കരുത്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, കണ്ണിൻ്റെ അവിടെയുള്ള ഒരു കറുപ്പൊക്കെ പോയി കിട്ടും കേട്ടോ. കണ്ണിൻ്റെ അടിയിൽ ആ ഭാഗത്തൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് എല്ലാ പ്രായക്കാർക്കും ചെയ്യാം കേട്ടോ. ഈ ഒരു പാക്ക് എല്ലാ പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ്. എല്ലാം അങ്ങനത്തെ ഇൻഗ്രീഡിയൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പോൾ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാവുന്ന ഒരു പാക്കാണിത്. പിന്നെ ഒരു 15 വയസ്സ് മുതലുള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ ഫേസിലുണ്ടെങ്കിൽ അത് പോകാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു ഫേസ് ബ്രൈറ്റനിങ് പാക്കാണെന്ന് തന്നെ പറയാം കേട്ടോ. ജസ്റ്റ് കണ്ണിൻ്റെ ഭാഗത്തേക്കായി അതാണ്. അപ്പം ഞാൻ നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇടുമ്പോഴും നല്ല തിക്ക് ലെയറായിട്ട് തന്നെ ഇടുക കേട്ടോ. ഓക്കെ, കാരണം നമ്മളിത് ഒരൊറ്റ പ്രാവശ്യം ഇടുന്നുള്ളൂ. നല്ല രീതിക്ക് തിക്കായിട്ട് തന്നെ ഇടാനായിട്ട് നോക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ്, അരമണിക്കൂർ വയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഓക്കെ,
ഞാനിപ്പം നെക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു നെക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളത്. നിങ്ങൾ ചെയ്യുമ്പം നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോഴേ നല്ലൊരു നെക്കിൻ്റെ ഭാഗവും നല്ലൊരു കളറായിട്ട് വരും. ഓക്കേ, അപ്പോൾ നമ്മുടെ പാക്ക് ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു എന്താ പറയുക, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ്. സാധനങ്ങൾ, അതായത് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നമ്മളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണിത്. ഓക്കെ, നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും കേട്ടോ നമുക്ക് ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ. പിന്നെ ഫങ്ഷനൊക്കെ പോകണം, ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു 2 ദിവസം മുമ്പേ ഈ ഒരു പാക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അധികവും നിങ്ങൾ ചെയ്യുമ്പോൾ ഫേസ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഈവനിങ് ഒരു 4 മണിക്ക് ശേഷം ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ അധികവും ഒരു 7 മണി, 8 മണി, 9 മണി, 10 മണിയൊക്കെ ആവും ചെയ്യുക ഫേസ് പാക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ നൈറ്റ് ക്രീം യൂസ് ചെയ്യും. ചിലപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് കിടക്കും, അങ്ങനെയാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താ വെച്ചാൽ രാവിലെ വരെ ആ ഒരു ഫേസിൻ്റെ ആ ഒരു ഇത് കിട്ടും. നമുക്ക് ആ ഒരു കളർ അത് തട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒന്നുകൂടെ ടാൻ ആവും. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അധികവും ഈവനിങ് സമയത്ത് ചെയ്യാനായിട്ട് നോക്കുക ഫേസ് പാക്കുകളൊക്കെ തന്നെ കേട്ടോ. ഓക്കെ, അപ്പം ഞാനിവിടെ പാക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു അരമണിക്കൂർ വയ്ക്കാം. ഞാൻ ഈ ഒരു പാക്ക് ഡ്രൈ ആയി വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഒഴിവാക്കുക ചെയ്യുന്നത് കേട്ടോ, വാഷ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ പാക്ക് ഡ്രൈ ആയി വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് ഫേസിലൊക്കെ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ചെറിയ ഒരു മസാജ് കൊടുത്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഓക്കെ, പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഫേസ് പാക്കുകളൊക്കെ അലർജി ഉള്ള ആളുകളുണ്ടെങ്കിൽ, അതിലെന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് അലർജി ഉള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കിയതിന് ശേഷം കയ്യിലോ കാലിലോ ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ അവിടെ വയ്ക്കുക. കയ്യിലോ കാലിലോ ഒക്കെ ഇട്ട് നോക്കുക. അരമണിക്കൂർ വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയുക. എന്നിട്ടൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. അലർജി ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതായത് ഏത് ഫേസ് പാക്ക് ആണെന്നുണ്ടെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഞാൻ ഈ ഒരു പാക്ക് വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഫേസ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ മതി കേട്ടോ ഇത് ഡ്രൈ ആയി വരാനായിട്ട്. അപ്പോൾ എൻ്റെ ഏകദേശം ഡ്രൈ ആയി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനെന്നാൽ ഫേസ് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസ് എങ്ങനെയുണ്ടെന്നുള്ളത് കാണാം. അപ്പോൾ ഞാനിതാ ഫേസ് വാഷ് ചെയ്ത് വന്ന പാടാണ് കേട്ടോ, തുടച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ഫേസ് നല്ലൊരു ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഓയിലി ഫീലിംഗ് ഉണ്ട്. അതായത് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ അടിപൊളിയായിട്ട് പറ്റുന്ന ഒരു പാക്കാണിത് കേട്ടോ. ഓക്കെ, ഡ്രൈ സ്കിന്ന് നല്ല ഓയിലി സ്കിന്നിനും പറ്റും. ഓയിലി സ്കിന്നുകാർ വെളിച്ചെണ്ണ ആഡ് ചെയ്യേണ്ടെന്ന് മാത്രം. ഓക്കെ, എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ കോക്കനട്ട് ഓയിൽ ഇതിൽ ആഡ് ചെയ്തത്. ഓയിലി സ്കിന്നുകാരാണെന്നുള്ളവർ ഇതിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യേണ്ട കേട്ടോ. പകരം അവർക്ക് വേണമെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് ഫേസ് ഒന്ന് തുടച്ച് തരാം കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ട് ഫേസ് എന്നുള്ളത് കാണാമല്ലോ. വാവ്, റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഫേസ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് ഫേസിന്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടവർക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഈ ഒരു പാക്ക് ഇടുമ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഓക്കെ, അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു പാക്കാണ്. ഓക്കെ, ഇപ്പം ഞാനിത് 3ാമത്തെ പ്രാവശ്യമോ 4ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഫങ്ഷനൊക്കെ അടുപ്പിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ചെയ്യാറുള്ളത്. പിന്നെ എന്തെങ്കിലും പാർട്ടി ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് അടുപ്പിച്ച് ചെയ്യുന്ന ഒരു പാക്കാണിത്. ഓക്കെ, എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 99% അല്ല, 100ൽ 100% നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പാക്ക് തന്നെയാണിത്. ആഴ്ചയിൽ 2 തവണയായിട്ട് നിങ്ങൾക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നല്ലൊരു അടിപൊളി പാക്ക് തന്നെയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ബാക്കോട്ട് വെക്കാതെ ഒരു 2 പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസ് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.